Hi dear friends. Train Vlogsന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റമീസ് രാജ. ഞാൻ ഇനാര. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് നമ്മൾ ആനക്കുളത്തായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. മൂന്നാർ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, മൂന്നാർ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ സ്റ്റേ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ബേസിക്കലി ഒരു ഡ്രൈവ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മൂന്നാർ പോയി അവിടെ കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ, മാട്ടുപ്പെട്ടി, കുണ്ടള, അങ്ങനെ മെയിൻ ഏരിയസിലൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു എന്താ പറയുക മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻസ്, പുതിയ കണ്ടന്റ് ഞങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാനായിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മൂന്നാറിൻ്റെ കാഴ്ചയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആനക്കുളത്തുനിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് ഇപ്പോൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ. നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ ബാക്കിൽ കാണുന്നത്. വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അത് എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ബാക്കിൽ ഇങ്ങനെ ഫുൾ സ്ട്രെച്ചിൽ തേയില ഒരു പ്രത്യേക പാറ്റേണിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. അതായത് ഭയങ്കര വൈഡ് ആംഗിളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും സ്ട്രെച്ചിൽ കിടക്കുക. അപ്പോൾ നമ്മൾ കയറി വന്ന വഴികളായതല്ല ഇങ്ങനെ നല്ല രസമുണ്ട്. താഴെ കുറേ ആ ഒരു സെൻറ്ററിൽ കാണുന്ന ഒരു പോർഷനൊക്കെ നന്നായിട്ടുണ്ട്. Empty hearts and neon lights, they're playing with my mind. Gotta get out of here tonight. Oh, I wanna run off and fly. And I'll tell myself it's fine to be alone, just to find somewhere that finally feels like home. Oh, 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 I hate all this overthinking. Oh, 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 the more I swim, the more I'm sinking. Take me to a world of silver, no more heartbreaks, tears, painkillers. Take me somewhere unfamiliar, bring me back.
അപ്പോൾ അതേ ലക്ഷ്മി എസ്റ്റേറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മൂന്നാറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ മൂന്നാർ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 ആറുകൾ സംഗമിക്കുന്ന ഇടമാണ് മൂന്നാർ. എത്ര കണ്ടാലും മതി വരാത്ത, വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന നമ്മുടെ മനോഹരമായ മൂന്നാർ. നമ്മൾ മൂന്നാർ ആദ്യം കാണാൻ പോകുന്നത് ഒരു ടീ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരു ടീ മ്യൂസിയം ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. പക്ഷേ മൂന്നാർ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്, ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡോക്യുമെൻ്ററി പ്രസൻറ്റേഷൻ ഉണ്ട്. അതായത് മൂന്നാറിൻ്റെ ഒരു 200 വർഷത്തെ ചരിത്രം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നാർ, ഇന്ന് ഈ കാണുന്ന മൂന്നാർ ഈ നിലയിലായത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പണ്ട് റെയിൽവേ പോലും ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മുടെ മൂന്നാർ. ബ്രിട്ടീഷുകാർ അന്നത്തെ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ ചില സംവിധാനങ്ങളായിരുന്നു അത്. പിന്നീട് 1924 വെള്ളപ്പൊക്കത്തിൽ അത് നശിച്ച് പോവുകയാണ് ഉണ്ടായത്. നമ്മളെന്തായാലും ഇന്ന് മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ അകത്ത് കയറി കണ്ടിരുന്നു, കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഈ ടീ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിനുള്ളിൽ കയറാൻ ഫീസ് ഉണ്ട് കേട്ടോ. പെർ ഹെഡ് 150 രൂപയാണ്. ക്യാമറ അലൗഡ് അല്ല, അപ്പോൾ അകത്തെ വിഷ്വൽസ് ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ തവണ നമുക്ക് ടീ മാനുഫാക്ചറിൻ്റെ ഒരു ഡെമോ കാണാൻ സാധിച്ചിരുന്നു. അതായത് തേയില പ്രോസസ്സ് ചെയ്ത് ചെറിയൊരു മിനി യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ട് തേയില പ്രോസസ്സ് ചെയ്ത് തേയിലപ്പൊടി ആവുന്നൊക്കെ കാണാൻ സാധിച്ചിരുന്നു. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയും പിന്നെ കുറേ തേയിലത്തോട്ടം വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ മാട്ടുപ്പെട്ടിന്ന് കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ, വട്ടവട ആ റൂട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കുണ്ടള ഡാമിലാണുള്ളത്. ഇവിടുത്തെ കുറേ കാഴ്ചകൾ കാണാം. ഡാമിൻ്റെ സ്പിൽവേ ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ, ആ കാട്ടുപോത്ത് പെട്ടെന്നാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നത്. പെട്ടെന്ന് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിപ്പോയി. ഭയങ്കര ഷോക്കായിപ്പോയി. നല്ല ബ്ലോക്കും ആയിരുന്നു. അപ്പം നല്ല രീതിയിൽ മഞ്ഞും മൂടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മഞ്ഞത്തൂന്ന് അതിൻ്റെ തല ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മളിപ്പോൾ വട്ടവട ഗ്രാമപഞ്ചായത്തിൽ എത്തിയിരിക്കുകയാണ്. വട്ടവടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഒക്കെ കൃഷിയാണ് മെയിനായിട്ടുള്ളത്. ഇതെല്ലാം കൃഷികളാണ്. ഇതൊക്കെ ഓരോ പച്ചക്കറികളാണ്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. എല്ലാ ഫാമുകളാണ്.
നല്ലൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു വ്യൂ ആണ്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്, നല്ല കാറ്റും. ദൂരെ കാണുന്നത് ഗ്രാൻറ്റീസ് മരങ്ങളാണെന്ന് തോന്നുന്നു. യൂക്കാലിപ്റ്റസ് പോലെ തന്നെ പ്ലൈവുഡും അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന മരങ്ങൾ. പിന്നെ അതിനെന്തോ റെസിൻസ് അതൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. നമ്മൾ നിൽക്കുന്നിടത്ത് നോക്കിയാൽ കുറേ പച്ചക്കറികൾ നട്ടിട്ടുണ്ട് ഇവിടെ. വട്ടവട എന്ന് പറയുന്നത് പൊതുവേ ഈ ഒരു എന്താ പറയുക, ഈ പച്ചക്കറികൾക്കും സ്ട്രോബെറിക്കും അങ്ങനെ കുറേ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതിനൊക്കെ ഫേമസ് ആണ്. നല്ലൊരു വ്യൂ ആണ്. മുകളിൽ ഇങ്ങനെ കോടമഞ്ഞ് ഇറങ്ങുന്നത് നമുക്ക് കാണാം. Broken hearts and starting fights, turning truth to lies. Gotta get up, stop wasting time. Yeah, I wanna run off and fly. And I'll tell myself it's fine to be alone. ഈ കാണുന്ന ഏരിയയിലാണ് കാട്ടുപോത്തുകൾ വന്ന് നിൽക്കാറുള്ളത്. ഈ പ്രാവശ്യം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ വന്നപ്പോൾ ഒരുപാട് കാട്ടുപോത്തുകൾ കാണാൻ പറ്റിയില്ല. ഇവിടെ ഇങ്ങനെ ഈ പുല്ല് മേയാനായിട്ട് ഇങ്ങനെ കാട്ടുപോത്തുകൾ ഒരുപാട് വരാറുണ്ട്. നമുക്ക് ഇന്ന് എന്തായാലും കാണാനുള്ള ഭാഗ്യമില്ല. നമ്മൾ മൂന്നാറെല്ലാം കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് ലേറ്റായി, രാത്രി 12 മണിയോളം ആയിട്ടുണ്ട്. അതെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അതെ, മൂന്നാറിലെ കാഴ്ചകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും വേണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ മുമ്പോട്ട് കുറേ നല്ല വീഡിയോസ് നല്ല കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങളേക്ക് എത്തിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. പുതിയൊരു എപ്പിസോഡിൽ നല്ലൊരു കണ്ടൻറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്.